നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. രാഹുലിന്റെ ജാമ്യം റദ്ദാക്കുമോ ഇല്ലയോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ബംഗളൂരു സ്വദേശിനിയെ പീഡിപ്പിച്ചെന്ന രണ്ടാമത്തെ പരാതിയിലാണ് തിരുവനന്തപുരം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വാദം കേൾക്കുന്നത്. ജാമ്യ വ്യവസ്ഥകൾ രാഹുൽ ലംഘിച്ചതായി ചൂണ്ടിക്കാട്ടി പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചിരുന്നു. രാഹുലിന്റെ അറിവോടെ സുഹൃത്ത് സമൂഹ മാധ്യമങ്ങളുടെ വാർത്തകൾ പ്രചരിപ്പിക്കുകയും അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ജാമ്യം റദ്ദാക്കണമെന്നാണ് പോലീസിന്റെ ആവശ്യം. ഹർജിയിൽ പ്രതിഭാഗം കോടതിയിൽ മറുപടി നൽകും. പീഡനം, നിർബന്ധിത ഗർഭചിത്രം തുടങ്ങി അതീവ ഗുരുതരമായ നിരവധി പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത്. ജാമ്യാപേക്ഷയിൽ ഉത്തരവുണ്ടാകുന്നതുവരെ നിർബന്ധിത നിയമ നടപടികൾ പാടില്ലെന്ന് കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതോടെ അറസ്റ്റിലേക്ക് പോലീസിന് കടക്കാൻ സാധിച്ചിരുന്നില്ല. ബംഗളൂരു സ്വദേശിനി KPCC പ്രസിഡന്റിന് ഇമെയിലായി നൽകിയ പരാതി DGPക്ക് കൈമാറുകയായിരുന്നു. FIR രജിസ്റ്റർ ചെയ്തെങ്കിലും പരാതിക്കാരിയുടെ മൊഴി പോലീസിന് കിട്ടിയിരുന്നില്ല. പിന്നീട് IG പൂങ്കുഴലി നേരിട്ട് പരാതിക്കാരിയുടെ മൊഴിയെടുത്തു. രാഹുലിന്റെ ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തുവെന്നാണ് മൊഴി. കരഞ്ഞു കാല് പിടിച്ചിട്ട് ബലാത്സംഗം ചെയ്യുകയായിരുന്നു. പിന്നീട് നിരവധി തവണ ഔട്ട് ഹൗസിലേക്ക് രാഹുൽ വിളിച്ചുവെങ്കിലും പേടി കാരണം പോയില്ല എന്നാണ് പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി. ആദ്യത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്തത്. അതേസമയം ഈ കേസിൽ 30-ാം തീയതി, അതായത് കഴിഞ്ഞ മാസം 30-ന് രാഹുൽ മാങ്കൂട്ടത്തിലെ വാദം ബോധിപ്പിക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷന് സമർപ്പിച്ച ഹർജിയിലാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. 2 മാസം മുമ്പ് രാഹുൽ തനിക്ക് വാട്സാപ്പ് കോൾ ചെയ്തതായി അതിജീവിത പോലീസിന് പരാതി നൽകിയതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ജാമ്യം റദ്ദാക്കണമെന്ന അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചത്. കേസിൽ ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിരുന്നപ്പോൾ അതിജീവിതയെ സ്വാധീനിക്കുവാനോ ബന്ധപ്പെടാനോ പാടില്ല എന്ന വ്യവസ്ഥ വച്ചിരുന്നു. രാഹുൽ ഇത് ലംഘിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. 2023 വിവാഹ വാഗ്ദാനം നൽകി തിരുവല്ലയിലെ ഹോം സ്റ്റേയിൽ എത്തിച്ച് രാഹുൽ ബലാത്സംഗം ചെയ്തെന്ന് കാട്ടി പരാതി നൽകിയ ബംഗളൂരിൽ താമസിക്കുന്ന 23 വയസ്സുകാരി ഫെബ്രുവരി 16-ന് നെടുമങ്ങാട് കോടതിയിൽ രഹസ്യമൊഴി നൽകിയിരുന്നു. ഇത്തരത്തിൽ പീഡന പരാതി നൽകിയ ബംഗളൂരു സ്വദേശിനിയായ യുവതിയെ കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിന്റെ പിറ്റേ ദിവസം തന്നെ ഭയപ്പെടുത്താൻ രാഹുൽ ശ്രമിച്ചുവെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു. കേസിൽ രാഹുലിന് അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജിയുടെ പ്രാരംഭവാദത്തിലാണ് പ്രോസിക്യൂട്ടർ കല്ലമ്പള്ളി മനു ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പരാതിക്കാരിയെ ഭയപ്പെടുത്തി കേസിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു രാഹുലിന്റെ ലക്ഷ്യമെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചു. ക്രൂരമായി പീഡനത്തിനിരയായ പെൺകുട്ടിയെ രാഹുലിനെ ഭയന്നാണ് KPCCയിൽ പരാതി നൽകിയത്. രാഹുൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുവെന്ന് മാത്രമല്ല കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. അവിവാഹിതയായ 21 വയസ്സുകാരി ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി നിരവധി തവണ ബലാത്സംഗം ചെയ്ത് ശാരീരിക മുറിവുകൾ ഏൽപ്പിച്ചുവെന്ന ഗുരുതരമായ കേസാണിത്. ഇരയെ ബന്ധപ്പെടാൻ പാടില്ലെന്ന വ്യവസ്ഥയോടെയാണ് ജാമ്യം നൽകിയിരുന്നതെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ നൽകിയിരുന്ന 5-ാമത്തെ വ്യവസ്ഥ ലംഘിച്ചാണ് പ്രതി അതിജീവിതയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചതെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 കേസ് പരിഗണിക്കുന്നത്. നെടുമങ്ങാട് കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിന് പിന്നാലെ ഫെബ്രുവരി 17-ന് രാഹുൽ വാട്സാപ്പ് കോൾ ചെയ്തതായി യുവതി പോലീസിന് നൽകിയ പരാതിയെ തുടർന്നാണ് ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയുമായി പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചത്. അതായത് ജില്ലാ കോടതിയുടെ ജാമ്യ വ്യവസ്ഥ രാഹുൽ ലംഘിച്ചു, പരാതിക്കാരിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള വാദങ്ങളാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. പോലീസിന്റെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പരാതിക്കാരിയെ ബന്ധപ്പെടാൻ രാഹുൽ ശ്രമിച്ചിട്ടില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. അതിജീവിത അവരുടെ അമ്മയുടെ ഫോൺ നമ്പറിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കാനാണ് ശ്രമിച്ചതെന്നും പ്രതിഭാഗത്തിന്റെ വാദമുയർന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ വാട്സാപ്പ് സ്റ്റാറ്റസ് ഈ പെൺകുട്ടി ലൈക്ക് ചെയ്തിരുന്നുവെന്നും നമ്പർ ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ അബദ്ധത്തിലാണ് കോൾ പോയതെന്നുമായിരുന്നു രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. രാഹുലിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സമർപ്പിച്ച ഹർജിയുടെ വാദത്തിനിടെയാണ് പ്രതിഭാഗ അഭിഭാഷകൻ ഇക്കാര്യം പറഞ്ഞത്. ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു. എന്തായാലും ഇന്ന് അത് പരിഗണിക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുക എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. അതിജീവിതയെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോട് ജില്ലാ കോടതി നൽകിയ സംരക്ഷണ വലയമാണ് പ്രതി രാഹുൽ തകർത്തതെന്ന് പ്രോസിക്യൂഷൻ വാദമുണ്ട്. 17-ന് കോൾ പോയെങ്കിൽ അന്ന് തന്നെ പോലീസ് അപേക്ഷ നൽകേണ്ടതായിരുന്നുവെന്നും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഹർജിയെന്നുമായിരുന്നു പ്രതിഭാഗം ആരോപിച്ചത്. ജനുവരിയിലും പരാതിക്കാരുടെ അടുത്ത ബന്ധു രാഹുലിന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് പരിശോധിച്ചതിന് തെളിവുണ്ടെന്നും അഭിഭാഷകൻ പറഞ്ഞു. അതേസമയം ഈ കേസുകൾ ഇപ്പോൾ 3 കേസുകളുണ്ട്. 3-ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ആശ്വാസമുണ്ടായിരുന്നു. മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് അന്വേഷണ സംഘത്തിന് നൽകണമെന്ന ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. തിരുവല്ല മജിസ്ട്രേറ്റ്
മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവായിരുന്നു ജസ്റ്റിസ് സി ജയചന്ദ്രൻ സ്റ്റേ ചെയ്തത്. രാഹുലിന്റെ ഫോൺ നേരത്തെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ട് രാഹുൽ പാസ്വേഡ് നൽകിയില്ല. തുടർന്നാണ് പാസ്വേഡ് നൽകാൻ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. പാസ്വേഡ് വെളിപ്പെടുത്താൻ പ്രതിയെ നിർബന്ധിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് അധികാരം നൽകുന്ന പ്രത്യേക വ്യവസ്ഥകളില്ല എന്നായിരുന്നു രാഹുലിന്റെ വാദം. ഹർജി 3 ആഴ്ചയ്ക്ക് ശേഷം കോടതി വീണ്ടും പരിഗണിച്ചിരുന്നു. എന്തായാലും രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുലിന്റെ വിധി എന്താണ് എന്നറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. എന്തായാലും 23-കാരിയായിരുന്നു രാഹുലിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവർക്കായിരുന്നു യുവതിയുടെ പരാതി. കോൺഗ്രസിന് കിട്ടിയ പരാതി പോലീസിന് കൈമാറി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു യുവതിയുടെ പരാതിയിലുണ്ടായിരുന്നത്. താൻ നേരിട്ടത് ക്രൂരമായ ലൈംഗിക അതിക്രമമാണെന്ന് യുവതി പറഞ്ഞിരുന്നു. വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനം. ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. തന്റെ ടെലിഗ്രാം നമ്പർ സംഘടിപ്പിച്ച ശേഷമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ താനുമായി അടുപ്പം സ്ഥാപിച്ചെന്നും അതിജീവിത പരാതിയിൽ ചൂണ്ടിക്കാട്ടി. തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി. അവധിക്ക് നാട്ടിലെത്തിയ തന്നെ ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാന്റെ കാറിൽ ഒരു ഹോം സ്റ്റേയിൽ എത്തിച്ചു. അവിടെ വെച്ച് തന്റെ എതിർപ്പ് അവഗണിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ബലാത്സംഗത്തിനിടെ റേപ്പ് ചെയ്യുമെന്ന് രാഹുൽ ആവർത്തിച്ചു. കരഞ്ഞ് കാല് പിടിച്ചിട്ട് ഉപദ്രവം തുടർന്നു. അതിനിടെ തനിക്ക് പാനിക് അറ്റാക്കും ശ്വാസമുട്ടലും ഉണ്ടായി. എന്നിട്ട് രാഹുൽ പിന്മാറിയില്ല. അതിക്രമത്തിന് ശേഷം തന്നെ വിവാഹം കഴിക്കാനാവില്ലെന്ന് പറഞ്ഞു. അതോടെ മാനസികമായും ശാരീരികമായി താൻ തകർന്നുവെന്നും അതിജീവിത പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് തന്നെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു, ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.